സുന്ദരമായ ഒരു ഗ്രാമത്തിലായിരുന്നു രാമു എന്ന കച്ചവടക്കാരൻ ജീവിച്ചിരുന്നത്. അവൻ ഗ്രാമത്തിലെ വീടുകളിൽ കയറിയിറങ്ങി അവിടെയുള്ള ഫലങ്ങൾ വിലയ്ക്ക് വാങ്ങി അകലെ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമു തന്റെ കാളവണ്ടി നിറയെ കച്ചവട സാധനങ്ങളുമായി പട്ടണത്തിലേക്ക് പോകുകയായിരുന്നു. ഗ്രാമത്തിനും പട്ടണത്തിനും നടുവിലായി ഒരു കാട്ടുപാതയുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെയും കള്ളന്മാരുടെ ശല്യം നിറഞ്ഞ ഒരു വഴിയായിരുന്നു അത്. പെട്ടെന്ന് രാമുവിന്റെ കാളവണ്ടിക്ക് മുന്നിലായി കുറെ കള്ളന്മാർ ചാടി വീണു. എന്നിട്ട് രാമുവിനെയും കാളവണ്ടിയും പരിശോധിച്ചു. രാമുവിന്റെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ രാമുവിനെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. ചരക്കുകൾ വിറ്റുകിട്ടുന്ന പണം മുഴുവൻ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാണ് രാമുവിനെ പറഞ്ഞുവിട്ടത്. തൽക്കാലം രക്ഷപ്പെട്ട രാമു പട്ടണത്തിലേക്ക് കുതിച്ചു. അപ്പോഴും രാമുവിന്റെ ചിന്ത എങ്ങനെ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തുമെന്നായിരുന്നു. ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാനായി ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചരക്കുകളെല്ലാം വിറ്റ രാമുവിന് ധാരാളം പണം ലഭിച്ചുവെങ്കിലും ആകെ സങ്കടപ്പെട്ട് രാമു ഒരു മരച്ചുവട്ടിലിരുന്നു, എങ്ങനെ തിരിച്ചു പോകുമെന്ന് ചിന്തയിൽ. അപ്പോഴാണ് രാമുവിന്റെ ചെങ്ങാതിയായ വേലു ആ വഴി വന്നത്. കാര്യമറിഞ്ഞ വേലു രാമുവിനെ സഹായിക്കാമെന്നേറ്റു. വേലു തന്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ച് എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞു. എല്ലാവരും രാമുവിന്റെ വണ്ടിയിൽ കാട്ടുമൃഗങ്ങളുടെ വേഷം ധരിച്ച് കയറി ഒളിച്ചിരുന്നു. കാട്ടുപാതയിലെത്തിയപ്പോൾ കള്ളന്മാർ ചാടി വീണു. ഉടനെ ഒളിച്ചിരുന്ന എല്ലാവരും ഭീകര ശബ്ദത്തോടെ കള്ളന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പേടിച്ചു പോയ കള്ളന്മാർ ഓടി ഒളിച്ചു. ഈ അവസരത്തിൽ രാമുവും കൂട്ടുകാരും രക്ഷപ്പെട്ടു. ഗ്രാമത്തിലെത്തിയ രാമു തന്റെ കൂട്ടുകാരോട് നന്ദി പറഞ്ഞു പിരിഞ്ഞു.